സ്നേഹത്തെ ഇന്നത്തെ ഗോസ്പൽ അവസാനിക്കുന്നിടത്ത് ഒരു വാചകം പറയുന്നുണ്ട്. യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല, പക്ഷെ അവൻ പറഞ്ഞതെല്ലാം ഈ മനുഷ്യനെ പറ്റിയാണ്. അതുകൊണ്ട് അവൻ അനേകം പേർ വിശ്വസിച്ചു. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കറങ്ങിത്തിരിഞ്ഞ് യേശുവിലേക്ക് എത്തുന്നുണ്ട്. യോഹന്നാൻ മാത്രമല്ല, അതിന് മുമ്പിരുന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് യേശുവിനെ പറ്റിയാണ്. അതുകൊണ്ട് അവൻ കുറച്ചുപേർ വിശ്വസിച്ചു, കുറച്ചുപേർ വിശ്വസിച്ചില്ല. ഈ വിശ്വസിക്കാത്തവരുടെ പ്രശ്നം, അവർ കുറേ നിയമങ്ങളിൽ കുടുങ്ങിപ്പോയത് കൊണ്ട്, അവർ കുറേ ചട്ടക്കൂടിലായതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള ക്രിസ്തുവിനെ അംഗീകരിക്കാൻ അവർ കഴിഞ്ഞില്ല. എന്തുകൊണ്ടോ അവർക്ക് യേശുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം, അവർ ചിന്തിച്ച മെഷിയ ഇത്ര എളിമപ്പെട്ടും ഇത്ര ദരിദ്രനായിട്ടൊന്നും അല്ല അവരുടെ ഇടയിൽ വരുന്നത്. ഒരു രാജകീയ പ്രൗഢിയും രാജകീയ സിംഹാസനമൊക്കെ അവർ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് യേശുവിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അവരുടെ എക്സ്പെക്റ്റേഷൻസ് വലുതായിരുന്നു. ഈ എക്സ്പെക്റ്റേഷൻ വലുതായതുകൊണ്ട് വചനത്തിലെ പലതും പൂർത്തീകരിക്കപ്പെടുമ്പോഴും അത് പൂർത്തീകരിക്കുകയാണെന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ ചെയ്തത് അവനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. ഇന്നത്തെ ഗോസ്പൽ നമ്മൾ വായിക്കുമ്പോഴും അവനെതിരെ അവർ കല്ലുകൾ എടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കൂട്ടം മനുഷ്യർ ഒരുവൻ്റെ മുമ്പിൽ നിന്നിട്ട് അവനെതിരെ കല്ലുകൾ എടുക്കുമ്പോൾ എന്ത് വേദനയാണത്. എപ്പോൾ വേണമെങ്കിലും ഒരു കല്ല് എറിയപ്പെടാമെന്നും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാമെന്നും ചിന്തിച്ചുകൊണ്ട് യേശു അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാകുന്ന ഒരു അവസ്ഥ. യേശു ഒന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ കല്ലെടുക്കണേ? അപ്പോൾ അവർ പറഞ്ഞു, നീ നിന്നെ തന്നെ ദൈവമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ കൊന്നുകളയാൻ പോവുകയാണ്. പറഞ്ഞിട്ടും കേട്ടിട്ടൊന്നും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ ഇനി കൊല്ലുന്നതാണ് മാർഗമെന്ന് അവർ ചിന്തിക്കുന്നു. മനുഷ്യപുത്രനെ മനസ്സിലാക്കാതെ പോയ ഒരു തലമുറ എത്ര വേദന നിറഞ്ഞ ഒരു തലമുറയാണ് എന്നാണ് ദി ഗോസ്പൽ നമുക്ക് നൽകുന്നൊരു വെളിച്ചം. പക്ഷേ അപ്പോഴും കുറേ അധികം മനുഷ്യർ അവനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. കാരണം യോഹന്നാൻ ആവശ്യത്തിനല്ല, ആവശ്യമുള്ള അധികം സംസാരിച്ചത് ഈ ക്രിസ്തുവിനെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ധ്യാനിക്കേണ്ട ഒരു വിഷയം ഇതാണ്. നമ്മളുടെ എക്സ്പെക്റ്റേഷനൊത്ത് ദൈവം എത്തിയില്ലെങ്കിൽ ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടാനാണ് നമ്മുടെ ദൈവമെങ്കിൽ ആ കാര്യം നടത്തി തരാതിരിക്കുമ്പോൾ ആ ദൈവത്തോട് നമ്മുടെ സമീപനം എന്താണ്? എക്സ്പെക്റ്റേഷനൊത്ത് എത്താത്ത ഒരു ദൈവത്തെ നമ്മൾ ചിലപ്പോൾ കൊന്നെന്ന് പോലും വരും. ചിലർ ഉപേക്ഷിച്ച് കളയും, ചിലർ തള്ളിപ്പറയും, ചിലർ കുറ്റപ്പെടുത്തും. ദൈവമില്ല എന്ന് ആവർത്തിച്ച് പലരോടെങ്കിലും പറയും. പ്രിയമുള്ളവരെ, ഈ ഗോസ്പൽ നമുക്ക് നൽകുന്ന വെളിച്ചം യഹൂദരുടെയും ഫരിസയരുടെയും മനോഭാവം നമ്മുടെയൊക്കെ ഉള്ളിലും മറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. അവരുടെ എക്സ്പെക്റ്റേഷനൊത്ത് മിശിഹ എത്താത്തത് കൊണ്ട് അവർ കൊന്നുകളയാൻ തീരുമാനിച്ചു. നമ്മളും എക്സ്പെക്റ്റേഷനൊത്ത് മിശിഹ എത്താതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒത്തിരി വേദനയോടെ ക്രിസ്തു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്കെതിരെ കല്ലുകൾ എടുക്കുന്നത്? അതേ ചോദ്യം ഇപ്പോൾ നമ്മളെ നോക്കിയും ആവർത്തിക്കപ്പെടുന്നുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്ര സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാ
സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിനെ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിനെ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. പാപത്തിൻ ശോധന ഭീമമാ വരുമ്പോ പാപത്തിൻ ശോധന ഭീമമാ വരുമ്പോ ക്രൂശിനെ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിനെ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. പാപത്തിൻ ഓളങ്ങൾ സാധുവേ തള്ളുമ്പോ പാപത്തിൻ ഓളങ്ങൾ സാധുവേ തള്ളുമ്പോ ക്രൂശിനെ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിനെ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ.
ശത്രുത്വം വർദ്ധിച്ച പീഡകൾ കൂടിയ ശത്രുത്വം വർദ്ധിച്ച പീഡകൾ കൂടിയ ക്രൂശിനെ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിനെ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ആത്മാവേ ഓർക്ക നീ ഈ മഹാ സ്നേഹത്തെ. ആത്മാവേ ഓർക്ക നീ ഈ മഹാ സ്നേഹത്തെ. ദൈവത്തിൻ പുത്രനീ സാധുവേ സ്നേഹിച്ചു. ദൈവത്തിൻ പുത്രനീ സാധുവേ സ്നേഹിച്ചു. On the cross, on the cross, whom do I see in Calvary? My beloved, on the cross died for me. My beloved,